ഈ രണ്ട് രേഖ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ആ, ഇത് എല്ലാം ഒന്നിച്ച് ഒരേ ലെവലിലാണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഇത് ലെവലാണെങ്കിൽ ഇത് ലെവലാവണം. ഓക്കെ, ഇത് കറക്റ്റ് ആണല്ലോ, ഇതും കറക്റ്റാണ്. അങ്ങനെയാണെങ്കിൽ കുഴപ്പങ്ങളൊന്നുമില്ല. അത് തെറ്റി കിടക്കുകയാണെങ്കിൽ അവിടെ എവിടെയെങ്കിലും നമ്മളെ അലൈൻമെന്റിന് തെറ്റുണ്ടെങ്കിൽ നമുക്ക് കിടന്നിട്ട് ആ ഭാഗത്ത് ആണ്ടുകൂടും വലിച്ചിട്ടും നമ്മളെ ശരീരം ലെവലാക്കിയിട്ട് നമുക്ക് അപ്പം തന്നെ നേരാക്കാൻ പറ്റും. നമുക്ക് ഒരു ദിവസം ഒരു ഞായറാഴ്ച നമുക്ക് അലൈൻമെന്റ് സെറ്റ് ചെയ്താലോ? നമുക്ക് പറ്റുമോ? ഒരു ഞായറാഴ്ച എന്തായാലും നമുക്ക് അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർക്ക് സെറ്റ് ചെയ്ത് മൊത്തം തെറ്റി കിടക്കണേ, മൊത്തം തെറ്റി. ഇത് തെറ്റാണ്, അടിക്ക് ഇറങ്ങി കിടക്കണേ. കണ്ടാ ഈ വര ശരിയാവും. ശ്രദ്ധിച്ചോളെ, ഈ വര ശരിയാണ്. ഇത് ശരിയല്ലേ? ഇത് ശരിയല്ലേ? നോക്കിക്കോളി, കേട്ടോളി. ഇത് ശരിയാണ്. ഒരു പെണ്ണെടുത്ത് വരക്ക്. ഇത് കറക്റ്റാ അല്ല ഈ വര? എന്നാൽ ഇത് ഇവിടെ കിടക്കണത്, ഇത് തെറ്റിയാ കിടക്കണത്. ഇതിപ്പോ നമുക്ക് 5 മിനിറ്റ് കൊണ്ട് അത് വീണ്ടും എത്തിക്കാൻ പറ്റും. അതാണ് നമുക്ക് ഇപ്പൊ തന്നെ ചെയ്യാം. ഇത് ഞാൻ ഇങ്ങനെ ഒരു അവസരത്തിന്റെ നിങ്ങളുടെ കൂടെ ചേരാൻ സാധിച്ചത് ശ്രദ്ധിക്കാണ്. ആരോഗ്യത്തിന്റെ വശമാണ്. ഹെൽത്ത് ഈസ് വെൽത്ത് എന്ന് നമ്മൾ പറയാറുണ്ട്. ആരോഗ്യമാണ് സമ്പത്ത് എന്ന്. അതിന്റെ പ്രാധാന്യം തിരിയുന്ന ആളുകളാണ് ഇത്തരം മേഖലകളിലൊക്കെ ശോഭിച്ചു വരുന്നത്. നമ്മളെപ്പോഴും പറയാറുണ്ട്, വെൽത്ത് വിത്തൗട്ട് ഹെൽത്ത് ഈസ് സ്റ്റുപ്പിഡിറ്റി എന്ന്. ആരോഗ്യം നോക്കാതെ വരുമാനം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതൊക്കെ വീണ്ടും ആരോഗ്യത്തിന് വേണ്ടി ചെലവഴിക്കരുത്. ആരോഗ്യം നോക്കാതെ വരുമാനം ഉണ്ടാക്കിയാൽ ആ വരുമാനങ്ങളൊക്കെ കിഡ്നി പോയി ഡയാലിസിസിന് വേണ്ടി, അതല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ ട്യൂമർ, അല്ലെങ്കിൽ പാരലൈസിസ്, ഇങ്ങനെ പല പ്രശ്നങ്ങളൊക്കെ വരും. അപ്പൊ ആ പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാൻ നമുക്ക് 2 രീതികളാണുള്ളത്. 2 രീതികൾ എന്നാണ്. ഒന്ന് എയറോബിക് അല്ലെങ്കിൽ ന്യൂറോബിക്. ന്യൂറോബിക് എന്ന് പറഞ്ഞാൽ നമ്മളെ ബുദ്ധി ഉപയോഗപ്പെടുത്തുന്ന ബ്രെയിനെ ആക്റ്റീവ് ചെയ്യുന്ന സിസ്റ്റങ്ങൾ, NLP പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ എയറോബിക് ആണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിൽ കൂടുതൽ ഊർജ്ജസ്വലത കൈവരിക്കും തോറും നിങ്ങൾ ഏത് ലാബിൽ നിന്നാണോ ഇന്ന് നിങ്ങളുടെ ഹെൽത്ത് ബോഡി ചെക്കപ്പ്, ഫുൾ ബോഡി ചെക്കപ്പ് നടത്തിയത് എങ്കിൽ അതേ ലാബിൽ നിന്ന് ഒരു 2 മാസം കണ്ടിന്യൂ ചെയ്യുമ്പോൾ 21 ദിവസം മിനിമം, അല്ലെങ്കിൽ 41 ദിവസം മിനിമം ഇതേ കണ്ടിന്യൂറ്റി നിങ്ങൾ കൊണ്ട് നടക്കുകയാണെങ്കിൽ നിങ്ങൾ ഹെൽത്തി സിസ്റ്റത്തിൽ ഒരുപാട് ഡെവലപ്പുള്ളതായിട്ട് കാണിച്ചു. ഇതില്ലാത്ത കാലത്തോളം നമുക്ക് മുൻപൊക്കെ നമ്മൾ ഇരുന്ന് ഭക്ഷണം കഴിച്ചിരുന്നു. നേരത്തെ പലയിലിരുന്ന് ചിരകിയിരുന്നു, അതേപോലെ തന്നെ ചിരവയിലിരുന്ന് ചിരകിയിരുന്നു. അതൊന്നും ഇന്നത്തെ സ്ത്രീകൾക്ക് കഴിയുന്നില്ല. ഡൈനിങ് ടേബിൾ, യൂറോപ്യൻ ക്ലോസറ്റ് വന്നതോടുകൂടി നമ്മുടെ ലൈഫ് ചേഞ്ചായി. അതുകൊണ്ട് തന്നെ മുട്ടിന് താഴേക്ക് വളയേണ്ട ഒരു അവസ്ഥ നമ്മൾ കാണുന്ന പോലും ഇല്ല. അവിടെയാണ് ഇതിൻ്റെയൊക്കെ പ്രസക്തി. ശരിക്കും നമ്മുടെ ചെറിയ മക്കൾ, ഒരു 6-7 വയസ്സുള്ള കുട്ടികളെ കൊണ്ട് ഫ്ലെക്സിബിൾ ആയിട്ട് ഇപ്പോൾ തന്നെ എക്സസൈസിൽ അവരെ കൊണ്ടുവരാൻ പറ്റിയാൽ നിങ്ങൾ കാണാത്ത അത്ഭുതങ്ങൾ ആ കുട്ടികളിലൂടെ കാണാൻ സാധിക്കും. വൈഡ് ചെയ്തിരിക്കാൻ സാധിക്കും. ഇപ്പോൾ നമ്മുടെ ജ്യേഷ്ഠനാണ് അബ്ദുൽ ബാരി, കുഞ്ഞിപ്പാന്ന് നാട്ടുകാരൊക്കെ വിളിക്കും. അവൻ്റെ കുട്ടികളൊക്കെ കുട്ടിക്കാലം മുതൽ തന്നെ എന്ത് ചെയ്യും, ഈ ടയർ ഷൂ ഇട്ട് നടക്കും, ജാഥയിൽ പങ്കെടുക്കും ഒക്കെ ഉണ്ട്. ആ സ്ഥാനത്ത് ഇവിടെ കുതിരയും കൂടി ഉണ്ടെങ്കിലും അവർ കുതിര പന്തയം നടത്തും. അത് അവരുടെ മൈൻഡിൽ ബ്ലാങ്ക് ആണ്. നമ്മുടെ മൈൻഡിലുള്ള പല ചിന്താഗതി. നമുക്കിപ്പോൾ ഒരു വീട് വെക്കണമെങ്കിൽ പഴയ വീട് പൊളിക്കണം, കാട് വെട്ടണം, പല പണി നടത്തണം. പുതിയ ഒരു ബ്ലാങ്ക് ആയ സ്ഥലത്ത് ഒരു എഞ്ചിനീയർക്ക് സ്ഥലം കാണിച്ചു കൊടുത്താൽ അയാൾക്ക് പണി എടുക്കാൻ സുഖം. JCB കൊടുന്നു, തറ ചെയ്തു, ഫൗണ്ടേഷൻ ഇട്ട് പണി തുടങ്ങാനുള്ളൂ. അപ്പം നമ്മളുടെ ഈ സിസ്റ്റത്തിൽ ഒരാൾ പറഞ്ഞത് കേൾക്കൂല എന്നുള്ളൊരു സിസ്റ്റം നമ്മളിൽ പോകണം. ഞാൻ പറഞ്ഞതേ കേൾക്കുള്ളൂ. ഇഫ് യു വോണ്ട് എ ചേഞ്ച്, ഫസ്റ്റ് യു ചേഞ്ച് എന്നുള്ളൊരു സിസ്റ്റം ഉണ്ട്. അതേപോലെ നിനക്കൊരു മാറ്റം അനിവാര്യമാവണമെങ്കിൽ നീ ഒന്ന് മാറാൻ തയ്യാറാവണം. ഇന്നലകളിൽ വരെ കണ്ട അഷ്റഫ് അല്ല ഇന്ന് എങ്കിലേ നാളെ വേറൊരു അഷ്റഫിനെ കാണിച്ചു കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നമുക്കൊന്നും മാറ്റങ്ങൾ വരുത്താൻ കഴിയില്ല. നമ്മളെപ്പോഴും പറയും, ഇഫ് യു വോണ്ട് എ ചേഞ്ച് ദ ടേസ്റ്റ് ഓഫ് യുവർ ഫ്രൂട്ട്, ഫസ്റ്റ് യു ചേഞ്ച് ദ റൂട്ട്. മരത്തിന്റെ കാഴയുടെ മധുരം മാറ്റാൻ നീ ഉദ്ദേശിച്ചാൽ അതിന്റെ റൂട്ടിലാണ് ചികിത്സിക്കുന്നത്. അപ്പൊ നമ്മുടെ പിഞ്ചു മക്കളിലൂടെ കടന്നു ചെന്ന് നമ്മുടെ കുടുംബത്തിൽ ഭാര്യയ്ക്ക് എന്താ എക്സസൈസ് ചെയ്തോളൂ, ഇവിടെ കൊണ്ടുവരണമെന്നില്ലല്ലോ. നിങ്ങൾ ഇവിടെ നിന്ന് നടപ്പിലാക്കിയത് അവർക്ക് മനസ്സിലാക്കി കൊടുക്കും. അപ്പോൾ എക്സസൈസിലൂടെ എല്ലാ നിലയിലും നമുക്ക് ഒരുപാട് വളർച്ച ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് സത്യം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ കയ്യിലെ രേഖകൾ പോലും മാറിപ്പോകുന്നുണ്ട് ഇന്നത്തെ ജീവിത രീതി. വണ്ടിയുടെ അലൈൻമെന്റ് മാറിപ്പോകുന്നത് പോലെ അലൈൻമെന്റ് സെറ്റിങ്സ് നമുക്കറിയാലോ. നമ്മൾ ഒരു ചെരുപ്പിട്ട് നടക്കരുതെന്ന് പറയാൻ കാരണം അത് കറാഹത്ത്. ഒരു ചെരുപ്പിട്ട് നടന്നു കഴിഞ്ഞാൽ അലൈൻമെന്റ് തെറ്റി നടക്കും. അലൈൻമെന്റ് തെറ്റിയാൽ ഒരു ചെവിട് പോകുകയും ഒരു പല്ല് പറിക്കേണ്ട അവസ്ഥയിൽ നീരിറങ്ങുകയും ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുകയും ഒക്കെ ചെയ്യും.
അപ്പൊ അതിനൊക്കെ സെറ്റിങ്സ് ചെയ്തുകൊണ്ടൊക്കെ കൊണ്ടുവരാൻ നിങ്ങളുടെ ഈ എയറോബിക് രീതി കൊണ്ട് സാധ്യമാകട്ടെ എന്ന് ഇതിന്റെ പിറകിൽ പ്രവർത്തിച്ചവരൊക്കെ തന്നെയാണ് ഇതിന്റെ ഇടയിൽ ഇപ്പോൾ ഉള്ളത് എന്നുള്ളത് കൊണ്ട് വലിയ ചാരിതാർത്ഥ്യമുണ്ട്. നമ്മുടെ നാട്ടിൽ ഞങ്ങളൊന്നും അറിയാതെ തന്നെ ഇവിടെ എല്ലാ നിലയിലും ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ്. എപ്പോഴും ജീവിതത്തിൽ 3 കാര്യമാണ് പ്രധാനം. ഹെൽത്ത്, വെൽത്ത്, ഫ്രീഡം എന്ന് പറയും. ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ്. ആരോഗ്യം വേണം, സമ്പത്ത് വേണം, ഹാപ്പിനെസ് ഉണ്ടാവണം. ഭാര്യ, മക്കൾ, കുടുംബങ്ങളൊക്കെ എൻജോയ് ആയി ജീവിക്കണം, ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കണം. ലിവിങ് ഈസ് വെരി ഈസി. ജീവിക്കുക എന്നുള്ളതൊക്കെ വളരെ ഈസിയാണ്. പക്ഷേ ബെറ്റർ ലിവിങ് ഈസ് വെരി വെരി ഡിഫിക്കൽട്ട്. ഈ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കുക എന്നുള്ളത് കുറച്ച് ഇടങ്ങേറുള്ള കാര്യമാണ്. അപ്പൊ അവിടേക്കൊക്കെ നമ്മൾ പോകണമെങ്കിൽ ഹെൽത്തും വെൽത്തും ഫ്രീഡും വേണം. ഈ 3 കൂടി ഒന്നിച്ച് കിട്ടിയവർക്ക് മാത്രമേ ലോകത്ത് എന്തുള്ളൂ, പ്രോഗ്രസ് ലൈഫ് ഉള്ളൂ. എന്നാൽ ഈ 3 കൂടി കിട്ടുക എന്നുള്ളത് 90% ആൾക്കാർക്ക് ഇല്ലാത്തതുമാണ്. ഇപ്പൊ നോക്ക്, കുട്ടിക്കാലം, ഞാൻ നിർത്തണേ. കുട്ടിക്കാലത്ത് നമുക്ക് ആരോഗ്യം ഉണ്ടല്ലോ, നമുക്ക് ഒഴിവുണ്ടല്ലോ, പക്ഷെ കയ്യിൽ പൈസ ഇല്ല. യുവാവായിരുന്ന സമയത്തോ കയ്യിൽ പൈസ ഉണ്ട്, നമുക്ക് ആരോഗ്യമുണ്ട്, തീരെ ഒഴിവില്ല, ബിസിയാ. വയസ്സായ സമയത്തോ നമ്മുടെ കയ്യിൽ പൈസ ഉണ്ട്, ഇഷ്ടംപോലെ ഒഴിവുണ്ട്, എന്തില്ല, ആരോഗ്യമില്ല. ഈ ലൈനിൽ നിന്ന് മാറി ആരോഗ്യമുണ്ട്, സമ്പത്തുണ്ട്, ഫ്രീഡം ഉണ്ട്. ടൈം ഫ്രീഡം വേണം, മണി ഫ്രീഡം വേണം, ഫൈനാൻഷ്യൽ ഫ്രീഡം വേണം. അതാ ഫ്രീഡം കൊണ്ട് ഉദ്ദേശിച്ചത്. സാമ്പത്തിക സ്വാതന്ത്ര്യം ഇന്ത്യക്കില്ല. ഇന്ത്യക്ക് കൊടി പരത്താനുള്ള സ്വാതന്ത്ര്യം ഉള്ളൂ. എന്നാൽ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് എല്ലാവർക്കും എത്തിപ്പെടണമെങ്കിൽ ഹെൽത്ത് തന്നെയാണ് പ്രധാനം, ആരോഗ്യമാണ് പ്രധാനം. ആരോഗ്യം ഞാൻ പറയട്ടെ, നിങ്ങളിന്ന് ശോധന ഉള്ളവരാണെങ്കിൽ എത്ര നേരം ശോധന ഉണ്ട്? ഒരു ദിവസം 2 നേരം അറ്റ്ലീസ്റ്റ് ശോധന ഉണ്ടാവണം. സുഖശോധന എന്ന് അതിനാ പറയാം. എന്നിട്ട് തന്നെ നിങ്ങളുടെ മലം വെള്ളത്തിൽ പൊന്തിക്കെടുക്കുന്നുണ്ടോ, താന്നു കിടക്കുന്നുണ്ടോ? പൊന്തിക്കെടുക്കുന്നുണ്ടെങ്കിലേ സുഹൃത്തെ ആരോഗ്യമുള്ളൂ. അല്ലെങ്കിൽ ആരോഗ്യ പരിപാലന ക്ലാസ്സുകളൊക്കെ നിർത്തി വെച്ച് എക്സസൈസ് ചെയ്യുക കുറച്ച് കാലം. ഇത്ര തന്നെ പറയാനുള്ളൂ. ഞാൻ പറയണത് ആ ഒരു ലൈനിലേക്ക് നിങ്ങൾക്ക് വരണമെങ്കിൽ ഇഷ്ടമുള്ളതൊക്കെ തിന്നൽ ഒഴിവാക്കണം. ഇഷ്ടമുള്ളതൊക്കെ തിന്നലല്ല, വിശപ്പുള്ളപ്പോൾ തിന്നാന്നുള്ള തത്വത്തിലേക്ക് വരണം. പൈസ ഉണ്ട് വിചാരിച്ച് തോന്നിയാൽ തിന്നാൻ പറ്റും. ഇന്നൊരു കുടിരിക്കൽ കഴിഞ്ഞ് പള്ളാണലിന് പോയി, അവിടെ പോയി, ഇവിടെ പോയി, ഇറച്ചി മീനും ഒന്നിച്ച് കൂട്ടിയാൽ ക്യാൻസർ ഉണ്ടാവും. ക്യാൻസർ ഉണ്ടായി കഴിഞ്ഞാൽ നിങ്ങൾ ഭക്ഷണത്തിന് കുറ്റം പറയരുത്, നിങ്ങൾ നിങ്ങളെ കുറ്റം പറഞ്ഞാൽ മതി എന്ന് പ്രവാചകൻ പറയാൻ കാരണം എന്താ? ഭക്ഷണത്തിന് എന്തിനാ കുറ്റം പറയുന്നത്? നമുക്ക് ഒരേ മേശയിൽ ഇറച്ചി മീനും വെച്ച് തരുന്നത് ഇറച്ചി വേണ്ടാത്ത മീൻ കഴിച്ചോട്ടെ കഴിച്ചിട്ടല്ല, ഇറച്ചി മീനും കഴിക്കാനല്ല. ഈ സിസ്റ്റത്തിൽ നമ്മൾ നമ്മളെ തന്നെ മാറ്റിയെടുത്ത് ആരോഗ്യപൂർണ്ണമാക്കാൻ ശ്രദ്ധിക്കണമെന്നും ഞാൻ എന്നോട് തന്നെ ആദ്യം ഉപദേശിച്ച് നിങ്ങളോടും ഈ കാര്യങ്ങൾ ഉണർത്തുക മാത്രമാണ് ഇതിലൂടെ ചെയ്തത്. ഏതായിരുന്നാലും എൻ്റെ നാട്, എൻ്റെ ജന്മനാട്, ഓടിക്കളിച്ച നാട്, ഇവിടെയുള്ള എൻ്റെ കൂട്ടുകുടുംബങ്ങൾ, രക്തബന്ധങ്ങൾ, സൗഹൃദ ബന്ധങ്ങൾ എല്ലാം ചേർന്ന് ഈ അവസരം ഒരുക്കിയതിന് നന്ദി അറിയിച്ചുകൊണ്ട് എന്നും മഹല്ല് ജാറത്തിങ്കലിന്റെ ഭാഗമായിട്ടാണ് ഇത്. മെക്സവന്റെ ഭാഗമല്ലല്ലോ, മെക്സവന്റെ ഭാഗമാകുമ്പോൾ നമ്മൾ അതിനോട് ബന്ധപ്പെട്ട് വരുന്ന കുറെ പ്രശ്നങ്ങളെയും ഒക്കെ അതിജീവിക്കാൻ സമയം കളയണം. അപ്പൊ അതൊന്നും നമുക്ക് ഇതിൽ നടക്കൂല. നാട്ടുകാരിൽ തന്നെ നമ്മുടെ കൈ, നമ്മുടെ കാല്, നമ്മളെ തല എന്ന് പറഞ്ഞ് നമ്മുടെ സ്നേഹബന്ധങ്ങൾ. ഇപ്പൊ രക്തമില്ല നിങ്ങൾ പറഞ്ഞ് എന്നെ വിളിച്ചാൽ എന്റെ രക്തം കൊടുക്കാൻ ഞാൻ തയ്യാറാവും. എന്നിട്ടാ മറ്റവന്റെ രക്തത്തിന് ഫോം വിളിക്കേണ്ടി ഉള്ളൂ. അപ്പൊ ഇവിടെ രക്തഗ്രൂപ്പ് നിർണയത്തിലൂടെ അങ്ങനെയൊക്കെ സാധ്യമാവുമെങ്കിൽ ഞാൻ എനിക്കൊരാൾ ഫോം വിളിച്ച് പറഞ്ഞാൽ ഇന്റത് കൊടുക്കേണ്ടതാണ് ഞാൻ കൊടുക്കും. എന്നിട്ട് ബാക്കിയുള്ളതിലേക്ക് ആളുകളിലേക്ക് ഞാൻ ക്ഷണിക്കാറുള്ളൂ. അപ്പൊ നമ്മൾ ഏത് വിഭാഗത്തിലും പ്രവർത്തിക്കുമ്പോൾ ആത്മാർത്ഥതക്ക്, ആറ്റിറ്റ്യൂഡിനാണ് പ്രധാനം. ഒരു കാട്ടിലുള്ള ഏറ്റവും വലിയ ജീവി ഏതാ? ആനയാണ്. എന്നാൽ കാട്ടിലെ രാജാവാരാ? സിംഹമാണ്. ഏറ്റവും ഉയരമുള്ള ജീവി ഏതാ? ജിറാഫാണ്. പക്ഷെ എന്തിനെന്ത് നമ്മളെ സിംഹത്തിനെ രാജാവാക്കിയത്? ഏറ്റവും സ്പീഡുള്ള ജീവി ഏതാ? ചീറ്റപ്പുലിയ. എന്നിട്ടും സിംഹത്തിന് തന്നെ രാജാവാക്കി. അപ്പൊ രാജാവാൻ കാരണം ആറ്റിറ്റ്യൂഡ്. സിംഹത്തിന്റെ ആറ്റിറ്റ്യൂഡിനാണ് പ്രധാനം, വലിപ്പം കൊണ്ടോ സ്പീഡ് കൊണ്ടോ ഉയരം കൊണ്ടോ ഒന്നുമല്ല. അപ്പൊ നമ്മുടെ ആറ്റിറ്റ്യൂഡ് നമുക്ക് മാറുക. വിന്നർ, വിജയിച്ചവരുടെ ആരോഗ്യവാന്റെ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മൾ ഉണർന്ന് പ്രവർത്തിക്കാം. ആയിരക്കണക്കിന് ആൾക്കാർക്ക് ആവേശം തരുന്ന, ആവേശം പകരുന്ന നന്മയുള്ള ഒരു ജീവിതമായി ശ്രമിക്കുവാൻ നിങ്ങൾക്കും എനിക്കും നമുക്കൊക്കെ ഇവർക്കും സാധ്യമാകട്ടെ എന്നും അള്ളാഹുടെ ആഫിയത്തിനെ ചോദിച്ചോളി എന്ന പ്രവാചകൻ പഠിപ്പിച്ചത്. ആരോഗ്യത്തെ ചോദിച്ചോളി, അതാണ് പ്രധാനം. അങ്ങനെ 10,000-കണക്കിന് ആൾക്കാർക്ക് ഉന്മേഷവും ആവേശവും പകർന്ന് ജീവിക്കുന്നവരായി നമുക്ക് മാറാനും അർശന്റെ നിഴലെന്ന അള്ളാഹുവിന്റെ മഹ്ശറയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ യുവത്വം നന്മയിൽ ഉപയോഗിച്ചവർക്കാണ് ആ നിഴൽ അള്ളാഹു നൽകുന്നത് എന്ന് 7 വിഭാഗത്തിൽ ഒരു വിഭാഗത്തെ യുവാക്കളെയാണ് പഠിപ്പിച്ചത്. ആ യുവത്വം നന്മയിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും, ജയ് ഹിന്ദ്. ഒരു മിനിറ്റ്, പിന്നെ അലൈൻമെന്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ആ അലൈൻമെന്റ് ഒരാള് അലൈൻമെന്റ് നമ്മൾ നടന്നു പോകും. നമ്മളെ 2 രേഖയല്ലേ, ശ്രദ്ധിച്ചോളിട്ടാ. ഈ 2 രേഖ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇത് എല്ലാം ഒന്നിച്ച് ഒരേ ലെവലിലാണെങ്കിൽ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. ഇത് ലെവലാണെങ്കിൽ ഇത് ലെവലാവണം. ഓക്കെ, ഇത് കറക്റ്റ് ആണല്ലോ, ഇതും കറക്റ്റാണ്. അങ്ങനെയാണെങ്കിൽ കുഴപ്പങ്ങളൊന്നുമില്ല. അത് തെറ്റി കിടക്കുകയാണെങ്കിൽ അവിടെ എവിടെയെങ്കിലും നമ്മളെ അലൈൻമെന്റിന് തെറ്റുണ്ടെങ്കിൽ നമുക്ക് കിടന്നിട്ട് ആ ഭാഗത്ത് ആണ്ടുകൂടും വലിച്ചിട്ടും നമ്മളെ ശരീരം ലെവലാക്കിയിട്ട് നമുക്ക് അപ്പം തന്നെ നേരാക്കാൻ പറ്റും.
അത് നമുക്ക് അപ്പൊ നമുക്ക് ഒരു ദിവസം ഒരു ഞായറാഴ്ച നമുക്ക് അലൈൻമെന്റ് സെറ്റ് ചെയ്താലോ? നമുക്ക് പറ്റുമോ? ഒരു ഞായറാഴ്ച എന്തായാലും നമുക്ക് അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. മൊത്തം തെറ്റി കിടക്കണേ, മൊത്തം തെറ്റി. ഇത് തെറ്റാണ്. അടിക്ക് ഇറങ്ങി കിടക്കാണ്. കണ്ടാ ഈ വര ശരിയാവും. ശ്രദ്ധിച്ചോളെ, ശ്രദ്ധിച്ചോളെ, ഈ വര ശരിയാണ്. ഇത് ശരിയല്ലേ? ഇത് ശരിയല്ലേ? നോക്കിക്കോളി, കേട്ടോളി. ഇത് ശരിയാണ്. ഒരു പെണ്ണെടുത്ത് വരക്ക്. ഇത് കറക്റ്റാ അല്ല ഈ വര. എന്നാൽ ഇത് ഇവിടെ കിടക്കണത്, ഇത് തെറ്റിയാ കിടക്കണത്. ഇതിപ്പോ നമുക്ക് 5 മിനിറ്റ് കൊണ്ട് അത് വീണ്ടും എത്തിക്കാൻ പറ്റും. അതാണ് നമുക്ക് ഇപ്പൊ തന്നെ ചെയ്യാം. നിധിയാക്കാന്റെ വര എല്ലാരും കണ്ടാണ്. ഒരു ലേസം തെറ്റി കിടക്കാന്ന് എല്ലാവർക്കും. ഓക്കെ, തലവര നേരാക്കാൻ പറ്റൂല. അല്ലല്ല, അതൊക്കെ ശരിയായിരിക്കും. അത് ആ സ്ഥലം പറ്റിയില്ലട്ടാ, കാരണം ആ തലക്ക് അവിടെ ഒക്കെ കഴിച്ചോളൂ. അതേ രേഖ ഒന്ന് പിടിക്കും. അതേ രേഖ ഒന്നും കൂടി പിടിക്കും. തെറ്റായില്ലേ? വേണ്ട, വര എവിടെ? നമ്മൾ വരച്ച വരമല്ല ഇപ്പോ, പിന്നെ വരച്ചു കൊടുത്തല്ല. ഉണ്ടോ? രേഖ കേറി. കറക്റ്റ് ആയില്ലേ? ഒരു 500 റുപ്യ അടച്ചിട്ട് പോയി. എല്ലാരും നോക്കിപ്പോ ഇപ്പൊ നോക്കിക്കോളി. ഇപ്പൊ അതുംപാടെ അതൊന്ന് പരിചയപ്പെടുത്താം. അതുംപാടൊന്ന് ഇതിലൊന്ന് പരിചയപ്പെടുത്തുന്നത്. മൂപ്പരെ ഇപ്പൊ ഞാൻ കുറെ ക്ലാസ്സിന് പോയ ആളാണ്. പല സ്ഥലത്തും നല്ല നല്ല ക്ലാസ് നടത്താനാണ് മലപ്പുറത്ത്.